അത് സൂപ്പർ, എല്ലാവരും കാണേണ്ട പടമാണ്, ഒന്നും പറയാനില്ല. മമ്മൂക്കായെങ്കിലും ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫിലാണ് വന്നത്. മമ്മൂക്കൻ്റെ സൂപ്പർ അഭിനയമാണ്. നായകന് മമ്മൂക്കുണ്ട്, ലാലേട്ടുണ്ട്, പിന്നെ ഫഹദ് ഫാസിലുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല അഭിനയമാണ് ഫഹദ് ഫാസിലിൻ്റെ. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ നല്ല അഭിനയം. കുട്ടികൾക്കെല്ലാം നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. ഇന്നത്തെ തലമുറയിൽ കുട്ടികളെല്ലാം കാണേണ്ട ഒരു സിനിമയാണ്. എന്തെന്ന് പറഞ്ഞാൽ മൊബൈലിനെ കുറിച്ചിട്ടും അതുപോലെ ലാപ്ടോപ്പിനെ കുറിച്ചിട്ടെല്ലാം വിശദമായിട്ട് ആ സിനിമയിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലാരിറ്റി, ലൊക്കേഷൻ ഏരിയയിലും നല്ല സിനിമയാണ്. എല്ലാവരും കാണാനും പോയിട്ട് എന്നാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് വലിയ ഓപ്പൺ ടൈമില്ല, നല്ല സീരിയസ് ടോപ്പിക്കൊക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ റോൾ വളരെ ചെറുതായിപ്പോയി. മമ്മൂക്കയാണ് മെയിൻലി സ്കോർ ചെയ്യുന്നത്. പടം കുറച്ച് ലോജിക്കൽ പ്രോബ്ലമുണ്ട്, ക്ലീശയാണ്. ഫാദറിൻ്റെ അഭിനയം വളരെ ക്ലീശയായി പോയി. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫ് പോകാനാണ്. 100 കോടി കടക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടന് കുറച്ച് നല്ല റോൾ കൊടുത്തെങ്കിൽ നന്നായിട്ട് പോയാൽ. ആരാണ് കൂടുതൽ നായകനാരാ? ഏറ്റവും സ്കോർ ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിക്ക് ഏറ്റവും റോൾ, ലാലേട്ടൻ്റെ റോൾ വളരെ ചെറുതാണ്. തൂക്കോ പറയാൻ പറ്റില്ല. നല്ല സിനിമയാണ്, പറഞ്ഞോളൂ. നല്ലതാ, പ്യുവർ സ്ക്രിപ്റ്റ് ബേസ് സിനിമയാണ്. നായകൻ മമ്മൂട്ടിയുടെ സിനിമയാണല്ലോ, അത് നേരത്തെ പറഞ്ഞതാണല്ലോ. കൊള്ളാം, എന്തായാലും നല്ല, എല്ലാവർക്കും മോഹൻലാലിനാണെങ്കിലും കുഞ്ചാക്കോ ഫഹദ് എല്ലാവർക്കും നല്ല റോളാണ്. കാണാതെ ഇതൊരു മാസ് സിനിമയല്ല, എന്നാലും നല്ലൊരു കഥ, മഹേഷ് നാരായണൻ്റെ ഒരു സിനിമ, അങ്ങനെ വേണം പറയാൻ. കൊള്ളാം, നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ, എല്ലാവരും അറിയേണ്ട ഒരു സബ്ജക്റ്റാണ്, എല്ലാവരും സംസാരിക്കേണ്ട, അവെയർ ആയിരിക്കേണ്ട ഒരു തീമാണ്. സെയിം ഇത് തന്നെ, സെയിം ഒപ്പീനിയൻ. നല്ലൊരു പടമാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും കറക്റ്റ് റോളിലൊക്കെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാലിനായാലും മമ്മൂട്ടിക്കായാലും ഫഹദിനായാലും കുഞ്ചാക്കോനായാലും കറക്റ്റ് റോൾസാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ഒരു മഹേഷ് നാരായണൻ്റെ പണ്ടത്തെ പടം എങ്ങനെയാണോ അതിൻ്റെ എല്ലാം ഇതിലുണ്ട്. പടം ബോക്സ് ഓഫീസിൽ എത്ര വിജയം? അങ്ങനെ വിജയം അല്ല നോക്കുന്നത്, പടം നന്നാവുക, ആളുകളിലേക്ക് എത്തുക, അത് എന്തായാലും സൂപ്പറാണ്. കുഴപ്പമില്ല ബ്രോ, ഇത് അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടി ഇപ്രാവശ്യം മാസമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല. ഇതെന്താ ഇപ്രാവശ്യം തൂക്കി മാസ്കുള്ള വരി എന്തായാലും. പിന്നെ ഫഹദ്, പിന്നെ BGM അതിൻ്റെ ഫഹദ് കുഞ്ചാക്കോ, പിന്നെ നയൻതാര, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹരികൃഷ്ണൻസ് 2020 പോലെ വെച്ച്, പക്ഷെ അങ്ങനെയല്ല. ഇപ്രാവശ്യം മാസ് കൊലവരി. എത്ര കോടി ബോക്സ്? ഇതിന് 100-100 കൊടുക്കാം. കാരണം ലോ അല്ലല്ലോ, 2 സ്റ്റാറിലെ പടമല്ലേ.